നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ജാതി, മതം, നിറം ഇതൊക്കെ പണ്ടൊരു കാലത്ത് മാത്രമുണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ ചിലതാണ് എന്ന് വാദിക്കുന്നവരാണ് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ചില പുരോഗമനവാദികളും. എന്നാൽ ഇന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നിറമെന്ന് പറയുന്നത് പലർക്കും അതിനോട് വലിയ വിവേചനമാണ് ഉള്ളത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ജിസ്മോൾ എന്ന യുവതിയുടെ ആ ഒരു സംഭവം. നിറത്തിൻ്റെ പേരിൽ പലതവണ അപമാനിക്കപ്പെട്ട വ്യക്തിയാണ് ജിസ്മോൾ എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ജീവിതം എന്തെന്ന് തിരിച്ചറിയും മുമ്പ് തന്നെ 2 പൈതലുകളുടെ ജീവൻ എടുത്തവളാണ്, അവൾ അമ്മയാണോ എന്നതടക്കമാണ് ജിസ്മോളുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില കമൻറ്റുകളൊക്കെ വരുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു വിഭാഗം അഭിപ്രായപ്പെടുമ്പോഴും മറുവശത്ത് തൻ്റെ മകൾ നിറത്തിൻ്റെ പേരിലടക്കം ജീവിച്ചിരുന്നപ്പോൾ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്ന തീരാവേദനകൾ ഓർത്തെടുക്കുന്ന ഒരു പിതാവിനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം കാണാൻ സാധിക്കുന്നത്. തൻ്റെ മകൾ അനുഭവിച്ചത് താനില്ലാതായി കഴിഞ്ഞാൽ തൻ്റെ ചെറുമക്കളും അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ള പേടി തൻ്റെ മകൾക്കുണ്ടായേക്കാം. ജിസ്മോളുടെ മനസ്സിലുള്ള ആ ഒരു പേടിയായിരിക്കണം ഒരുപക്ഷെ മക്കളെയും കൊലപ്പെടുത്താൻ കാരണമായി മാറിയത് എന്നതടക്കമാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജിസ്മോളുടെ പിതാവ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം മകൾക്കും ചെറുമക്കൾക്കും നീതി നേടിക്കൊടുക്കാൻ ഇനി മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ പ്രതികരിച്ചാൽ എന്തെങ്കിലും നടന്നേക്കാമെന്നുള്ളൊരു പ്രതീക്ഷ ആ പിതാവിലുമുണ്ട്. എന്തായാലും തൻ്റെ മകൾ ആത്മഹത്യയിലേക്ക് പോകില്ല എന്ന് ആവർത്തിക്കുകയാണ് ജിസ്മോളുടെ പിതാവ്. തൻ്റെ മകൾ ധൈര്യശാലിയായ പെൺകുട്ടിയായിരുന്നു. പ്രശ്നങ്ങളൊന്നും ഉണ്ടായാലും എന്തായാലും തൻ്റെ മകൾ ആത്മഹത്യയ്ക്ക് പോകില്ലായിരുന്നു എന്നത് ഉറപ്പാണെന്നാണ് പിതാവ് വീണ്ടും ആവർത്തിക്കുന്നത്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയും അവരുടെ മാതാവും സഹോദരിയും തന്നെ ആകണമെന്നത് തന്നെയാണ് ജിസ്മോളുടെ പിതാവ് ഇന്നും പ്രതികരിച്ചിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴാണ് ജിസ്മോൾക്ക് ഈ തീരാവേദന തുടങ്ങിയതെന്നും ഈ പിതാവ് പറയുകയാണ്. ജിസ്മോൾക്ക് നിറമില്ല എന്നും അവളെക്കാൾ നല്ല പെൺകുട്ടിയെ ജിമ്മിക്ക് കിട്ടുമെന്നുമൊക്കെ പറഞ്ഞ് പലതവണ അധിക്ഷേപണം ഉണ്ടായിട്ടുണ്ട് എന്നും മകൾ ഗർഭിണിയായിരുന്ന സമയത്ത് പോലും ഗ്യാസിൽ വെള്ളം ചൂടാക്കി എന്ന് പറഞ്ഞ് സഹോദരിയും അമ്മയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുമാണ് ജിസ്മോളുടെ പിതാവ് പറയുന്നത്. ഇതേ തുടർന്ന് ജിമ്മി അവളെ മർദ്ദിക്കുന്നതടക്കം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും ജിസ്മോളുടെ പിതാവ് ആരോപിച്ചിരിക്കുകയാണ്. ജിസ്മോൾ ആത്മഹത്യ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് ഈ പിതാവ്. വിവാഹം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ജിസ്മോളുടേതെന്നും തിരിച്ചു വിളിക്കാൻ പോയപ്പോൾ ഞാനൊരു അഭിഭാഷകയാണ്, അപ്പൻ പേടിക്കേണ്ട, ഞാൻ ആത്മഹത്യക്കൊന്നും പോകില്ല എന്ന് പറഞ്ഞവളാണ് തൻ്റെ മകൾ എന്നുമാണ് ഈ പിതാവ് പറയുന്നത്. ജിമ്മിക്ക് 2 സഹോദരിമാരുണ്ട്. 2 പേരുടെയും വിവാഹം കഴിഞ്ഞതാണ്. എന്നാൽ മൂത്ത സഹോദരി വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നതെന്ന് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഇക്കാര്യങ്ങളൊക്കെ അറിയുന്നതെന്നും ഈ പിതാവ് പറയുന്നു. ആ പെങ്ങളും ജിമ്മിയും മാതാവുമാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവരുടെ വാക്കുകേട്ട് ജിമ്മി ജിസ്മോളെ പലതവണ മർദ്ദിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ട ജിസ്മോളുടെ പിതാവ് തന്നെ പ്രതികരിക്കുന്നത്. മകൾ ഗർഭിണിയായിരുന്ന സമയത്ത് ഗ്യാസിൽ വെള്ളം ചൂടാക്കിയതിനടക്കം നിസ്സാര കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അവിടെ പ്രശ്നങ്ങളുണ്ടായത്. ജിമ്മി അവളെ മർദ്ദിക്കുന്നത് പലപ്പോഴായിട്ട് അറിഞ്ഞിരുന്നു. വിവാഹം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ അമ്മായിയമ്മയും പെങ്ങളും ജിസ്മോൾക്ക് നിറമില്ലെന്ന് പറഞ്ഞും ഇതിലും നല്ല പെൺകുട്ടിയെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുകയുണ്ടായി. അവളത് കാര്യമാക്കിയില്ല എന്നും പിതാവ് പറയുന്നു. വിവാഹ സമയത്ത് 25 പവനും 3 ലക്ഷം രൂപയുമാണ് ഇയാൾക്ക് നൽകിയിരുന്നത്. നാത്തൂന് 15 ലക്ഷം സ്ത്രീധനം കൊടുത്താണ് കെട്ടിച്ചതെന്ന് പറഞ്ഞാണ് പിന്നീടുണ്ടായ അധിക്ഷേപം എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഗർഭിണിയായിരുന്ന സമയത്ത് മർദ്ദിച്ചത് ചോദ്യം ചെയ്തപ്പോൾ കല്യാണം കഴിച്ചെന്ന് കരുതി അമ്മയെയും പെങ്ങളെയും ഉപേക്ഷിക്കാൻ പറ്റുമോ എന്നതായിരുന്നു ഭർത്താവിൻ്റെ മറുപടിയെന്നും അന്ന് കരഞ്ഞു പറഞ്ഞു അവളെ തിരിച്ചു കൊണ്ടുപോകാനെന്ന് തീരുമാനിച്ച് ഞങ്ങൾ അവിടേക്ക് പോയി, പക്ഷേ അതിനൊന്നും സാധിച്ചില്ല എന്നുമാണ് പിതാവ് പറയുന്നത്. എന്തായാലും ഈ ജിസ്മോളുടെ ഭർത്താവിൻ്റെ പെങ്ങൾ UK പോയി തിരികെ വന്നപ്പോൾ മുതൽ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങുകയായിരുന്നു എന്ന് ജിസ്മോളുടെ പിതാവ് തന്നെ വ്യക്തമാക്കുകയാണ്. താൻ നീതിപീഠത്തിൽ വിശ്വസിക്കുന്നയാളാണെന്നും മുഖ്യമന്ത്രിക്കും DGPക്കും വനിതാ കമ്മീഷനും പരാതി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് ജിസ്മോൾ. സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി മരിച്ച ജിസ്മോളുടെ സുഹൃത്തടക്കം രംഗത്ത് വരുന്നുണ്ട്. ജിസ്മോളുടെ സുഹൃത്ത് നിള പറയുന്നതും ഈ പിതാവ് പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് നിരന്തരമായിട്ടുള്ള പീഡനങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കുമാണ് ജിസ്മോൾ ഇരയായിരുന്നത്. ഭർത്തൃവീട്ടിലെ ക്രൂരപീഡനം തന്നെയാണ് ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യക്ക് കാരണമായത് എന്ന് ജിസ്മോളുടെ സുഹൃത്ത് നിളയും പ്രതികരിച്ചിട്ടുണ്ട്. വീട്ടിൽ
വീട്ടിൽ കലഹങ്ങൾ പതിവായിരുന്നുവെന്നും ജിസ്മോളുടെയും മകളുടെയും നിറത്തെ ചൊല്ലിയാണ് ഭർത്തൃമാതാവ് നിരന്തരം അപമാനിച്ചതെന്നും നിള ഒരു ചാനലിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ നവംബറിലാണ് ജിസ്മോളെ നേരിൽ കണ്ടത്. ഒരുപാട് കാര്യങ്ങൾ അന്ന് അവൾ തന്നോട് പറഞ്ഞിരുന്നുവെന്നും അവൾ ഒരുപാട് കരഞ്ഞുവെന്നും ഈ സുഹൃത്ത് പറയുകയാണ്. ജിസ്മോളുടെയും മകളുടെയും നിറത്തെ ചൊല്ലിയാണ് ഭർത്തൃമാതാവ് നിരന്തരം അപമാനിച്ചുകൊണ്ടിരുന്നത്. സ്ത്രീധനത്തെ ചൊല്ലിയും തർക്കങ്ങളുണ്ടായിരുന്നു. ഭർത്താവ് ജിമ്മി മർദ്ദിച്ചതിനെ കുറിച്ചും ഒരാഴ്ചയോളം വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതിനെ കുറിച്ചും ജിസ്മോൾ അന്ന് തന്നോട് പറഞ്ഞതായിട്ടാണ് ഈ സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ. വീട്ടിൽ കലഹങ്ങൾ പതിവായിരുന്നുവെന്ന് ജിസ്മോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കുടുംബത്തെ ഓർത്ത് ജിസ്മോൾ കൂടുതൽ പ്രശ്നങ്ങൾക്കൊന്നും പോകാതിരിക്കുകയാണ് ഉണ്ടായതെന്നാണ് നിള വ്യക്തമാക്കുന്നത്. ഏപ്രിൽ 15-നാണ് മുൻ മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ അഭിഭാഷകയുമായിട്ടുള്ള ജിസ്മോൾ 5ഉം 2ഉം വയസ്സുള്ള തന്റെ മക്കളെയും എടുത്ത് പുഴയിലേക്ക് ചാടി ജീവനൊടുക്കുന്നത്. രാവിലെ കുഞ്ഞുങ്ങളുമായിട്ട് വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമം നടത്തിയ വ്യക്തിയാണ് ജിസ്മോൾ. കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത്. കുഞ്ഞുങ്ങൾക്ക് വിഷം നൽകി പിന്നീട് തുടർച്ചയായ ആത്മഹത്യാ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ ജിസ്മോൾ കുഞ്ഞുങ്ങളുമായി ആറ്റിൽ ചാടാൻ തീരുമാനിക്കുകയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. പുഴയിലേക്ക് ചാടിയ ഉടൻ തന്നെ നാട്ടുകാർ സംഭവസ്ഥലത്തെത്തി ഇവരെ രക്ഷിക്കാനും ആശുപത്രിയിലേക്ക് എത്തിക്കാനും ഒക്കെ ശ്രമിച്ചു. പക്ഷേ ആശുപത്രിയിലേക്ക് എത്തും മുമ്പ് തന്നെ മൂവരും മരണപ്പെട്ടിരുന്നു. ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ജിസ്മോൾ എന്ന് പറയുന്ന ഒരു അഭിഭാഷകയെ അത്രമാത്രം വിദ്യാഭ്യാസവും ചെറുത്തു നിൽക്കാൻ കരുത്തുമുള്ള ഒരു വ്യക്തിയെ ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ നിറത്തിൻ്റെ പേരിൽ അപമാനിച്ചു എന്ന് വ്യക്തമാകുന്നത്. ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ തന്നെയായിരിക്കണം ഒരു പക്ഷേ ആ മക്കളെയും ജിസ്മോൾ കൊന്നു കളയാൻ തീരുമാനിച്ചത് എന്ന് തന്നെയാണ് നിലവിലുള്ള ഈ പ്രതികരണത്തിൽ നിന്നൊക്കെ പലരും അഭിപ്രായം പറയുന്നത്. കാരണം താൻ അനുഭവിച്ച വേദന ഒരു പക്ഷേ താൻ ഇല്ലാതായി കഴിഞ്ഞാൽ തൻ്റെ മക്കൾ അനുഭവിക്കേണ്ടി വരും. അവരെ നിറത്തിൻ്റെ പേരിൽ അടക്കം അധിക്ഷേപിച്ചേക്കാം എന്നുള്ള ഒരു ഭയം ജിസ്മോളിൽ ഉണ്ടായേക്കാം. അതുതന്നെയായിരിക്കണം ഒരു പക്ഷേ ജിസ്മോൾ ആത്മഹത്യ ചെയ്തതാണ് എങ്കിൽ അതിൻ്റെ കാരണമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നാണ് നിലവിൽ പുറത്തു വരുന്ന പ്രതികരണങ്ങൾ.